ഭാരത സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1967 കേരളത്തിലെ കളമശ്ശേരിയിൽ ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ ടൂറിസം മേഖലയിൽ കേരളത്തിന്റെ ദീർഘദർശനത്തിന്റെ ഫലമായി കളമശ്ശേരിയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം സാധാരണക്കാർക്ക് കൂടുതൽ പ്രാപ്യമായ രീതിയിൽ പ്രവർത്തിക്കുവാനായി വിവിധ ജില്ലകളിൽ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 12 സ്ഥലങ്ങളിലായി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മികച്ചതും ആധുനികവുമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വിനോദസഞ്ചാര മേഖലയിലെ അനന്ത സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്ന നമ്മുടെ സംസ്ഥാനം ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒരാൾ കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളിൽ ഒന്നായി 2 വർഷത്തെ നിരന്തര പഠനത്തിന് ശേഷം നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ കണ്ടെത്തി അതിൻ്റെ മിലിനിയം എഡിഷനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10 സ്വർഗസമാനമായ സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമെന്ന് വേൾഡ് ട്രാവലർ സാക്ഷ്യപ്പെടുത്തുന്നു. വൃത്തിയും വെടുപ്പുമാർന്ന നമ്മുടെ സമുദ്രതീരങ്ങൾ ശാന്തമായ ചെറുതിരകളാൽ സുന്ദരമായവയാണ്. ഈ കടൽ തീരങ്ങളിൽ ലോകോത്തര ബീച്ച് റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നു. വരും വർഷങ്ങളിൽ ഇവയുടെ എണ്ണം പല മടങ്ങാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ ക്രൂയിസ് ഷിപ്പുകൾ ഈ തീരമണയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ദൈർഘ്യമേറിയ നമ്മുടെ കടൽ തീരം മാത്രം ഉപയോഗപ്പെടുത്തിയാൽ ഇന്നുള്ളതിൻ്റെ പല മടങ്ങ് ടൂറിസ്റ്റുകളെ നമുക്ക് ഇവിടേക്ക് ആകർഷിക്കുവാനാകും. പ്രകൃതിയൊരുക്കിയ മറ്റൊരു സവിശേഷതയാണ് കടൽ തീരങ്ങളിൽ നിന്നും ഏതാനും മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന മഞ്ഞുമൂടിയ മലനിരകൾ. പൊന്മുടി, മൂന്നാർ, വാഗമൺ, ആനമുടി, പീരുമേട് തുടങ്ങി എണ്ണിയാൽ തീരാത്ത സ്ഥലങ്ങൾ ഇന്ന് നമുക്കുണ്ട്. സമുദ്രനിരപ്പിനും മലനിരകൾക്കും മധ്യേയുള്ള ഭൂവിഭാഗത്തിൽ ആകാശത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന മാതിരിയുള്ള വെള്ളച്ചാട്ടങ്ങൾ, നുരപതഞ്ഞ് ഒഴുകുന്ന നദികൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, വിശാലമായ കായൽപ്പരപ്പ് ഇവയൊക്കെ ടൂറിസം വികസനത്തിന് അനുഗുണമായവയാണ്. വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നിറങ്ങിയത് ഈ കൊച്ചുനാടിൻ്റെ സുഗന്ധവ്യഞ്ജന വിളകളുടെ മേന്മയും സമൃദ്ധിയും കൊണ്ടായിരുന്നു. കടൽ കടന്നെത്തിയ നമ്മുടെ കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും ഗ്രാമ്പുവിൻ്റെയും കറുകപ്പട്ടയുടെയും നറുമണം നമ്മുടെ ഖ്യാതി ലോകം മുഴുവൻ പരത്തി. പ്ലാന്റേഷൻ മേഖലയിലെ കുളിർമയും ശുദ്ധവായുവും നുകരുവാൻ നാം ഇന്ന് ടൂറിസത്തിൻ്റെ പുതിയൊരു മുഖം കൂടി ഇവിടെ തുറന്നിരിക്കുന്നു. കാഴ്ചകളുടെ കെട്ടുകാഴ്ചയെന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂർ പൂരം ലോകം മുഴുവൻ അറിയുന്ന ഒരു വിശേഷമാണ്. വർണ്ണവിസ്മയം പരത്തുന്ന കുടമാറ്റം, അലങ്കരിച്ച ആനകൾ, താളപ്പൊലിമയുടെ ഇലഞ്ഞിത്തറ മേളം ഇവയൊക്കെ തൃശ്ശൂർ പൂരത്തിന് മാത്രം സ്വന്തം. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ടൂറിസം കലണ്ടറിൽ നമ്മുടെ തൃശ്ശൂർ പൂരവും അടയാളപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൻ്റെ വർണ്ണവിസ്മയങ്ങളുടെ മാന്ത്രികച്ചപ്പിൽ നിറയെ കാഴ്ചയുടെ ചെറുപൂരങ്ങളാണ്. ചീനവലകൾ, ജൂതന്മാരുടെ പ്രാർത്ഥനാലയമായ സിനഗോഗ് നിത്യയൗവനവുമായി നിലനിൽക്കുന്നു. വാസ്തുശില്പചാരുത നിറഞ്ഞു നിൽക്കുന്ന നേപ്പിയർ മ്യൂസിയം രാജഭരണത്തിൻ്റെ സ്മരണകളാണ് ഉണർത്തുന്നത്. ജലസമൃദ്ധിയുടെ നനവാർന്ന ചിത്രം മണ്ണിൽ വരയ്ക്കുന്ന ഉൾനാടൻ ജലാശയങ്ങൾ, കായലുകൾ ഇവ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കെട്ടുവള്ളങ്ങളിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി ടൂറിസം വളർച്ച നയനമനോഹരമായ കായൽപ്പരപ്പിലെത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര മണൽപ്പുറത്ത് നനുത്ത വെള്ളപ്പത നുരഞ്ഞു ഗമിക്കുന്ന കോവളം കടൽപ്പുറം ആഗോള പ്രശസ്തമാണ്. അതുപോലെ തന്നെ വർക്കല കടൽപ്പുറവും. ഇവയിൽ നിന്നും അപ്രശസ്തമായ അനവധി ശാന്തതീരങ്ങൾ കേരളത്തിൻ്റെ നിധികുംഭത്തിലെ മുത്തുകളാണ്. കേരളം അതിൻ്റെ വർണ്ണാഭമായ ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങളിൽ നമ്മുടെ തേയിലത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ ഭാവാവിഷ്കാരമായ കഥകളി, ഓട്ടംതുള്ളൽ, ലാസ്യഭംഗിയുടെ നൃത്തതാളം പടർത്തുന്ന മോഹിനിയാട്ടം, നങ്ങ്യാർകൂത്ത്, വേഷപ്പകർച്ച നൽകുന്ന യക്ഷഗാനം, ക്ഷേത്രകലാരൂപമായ തെയ്യം ഇവയൊക്കെ ഈ ചിത്രത്തിലെ ചായക്കൂട്ടുകളാണ്. കേരളത്തിൻ്റെ തനത് കലയായ കളരിപ്പയറ്റ്, ക്ഷേത്രഗോപുരങ്ങൾ, വാദ്യരൂപങ്ങൾ, കെട്ടുകാഴ്ചകൾ, പഞ്ചവാദ്യം, ലോക സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പുകളായ പള്ളികൾ, ക്ഷേത്രഗോപുരങ്ങൾ, ദാരുശില്പങ്ങൾ എന്നുവേണ്ട പാതയോരത്തെ പഴക്കട മുതൽ പുഷ്പവിപണി വരെ നമുക്ക് നിറം പകരുന്ന വിസ്മയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് ഭൂമിയിലെ സ്വർഗം എന്ന് അടിവരയിട്ട് ട്രാവലർ മാഗസീനും പറയുന്നു. ഏവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഭൂവിഭാഗമാണ് ഇതെന്നതിൽ സംശയം വേണ്ട. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരും വർഷങ്ങളിൽ അന്തർദേശീയ ടൂറിസ്റ്റുകളുടെയും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും വൻ വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. ആയുർവേദ ടൂറിസത്തെയും എക്കോ ടൂറിസത്തെയും വളർത്തുവാനും നമുക്ക് ഇപ്പോഴേ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും വർഷങ്ങളിൽ പാരമ്പര്യ ഭക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതും ബാക്ക് വാട്ടർ ടൂറിസം, പാരാഗ്ലൈഡിംഗ്, കടൽപ്പരപ്പിലെ സർഫിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ നമ്മുടെ കലവറയിലെ രത്നശേഖരങ്ങൾ ടൂറിസ്റ്റുകൾക്ക് മുമ്പിൽ ഒരുക്കിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ പ്രധാന വ്യവസായം എന്ന രീതിയിൽ
ടൂറിസത്തെ വളർത്തുവാനുള്ള പ്രചാരണ പരിപാടികളിൽ ഇന്ന് നമ്മുടെ സർക്കാർ വ്യാപൃതമാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ വർഷം തോറും നിരവധി അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പച്ചപ്പുതപ്പണിഞ്ഞ കേരളം ഇന്ന് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനും മാതൃകയായ ഒരു സംസ്ഥാനമാണ്. ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, സാക്ഷരത തുടങ്ങി എണ്ണമറ്റ കാര്യങ്ങളിൽ കേരളം അസൂയാവഹമായ വളർച്ചയും മാതൃകയും സംഭാവന ചെയ്തിട്ടുണ്ട്. ടൂറിസം വ്യവസായ മേഖലയിൽ നാം കഴിഞ്ഞ കുറേ നാളുകളായി അസൂയാവഹമായ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവുമധികം വിദഗ്ധരായ തൊഴിലാളികളെ പരിശീലിപ്പിച്ച് ടൂറിസം വ്യവസായ രംഗത്തിൻ്റെ മാനവശേഷിക്ക് ക്രിയാത്മകമായ സംഭാവന കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കേരള സംസ്ഥാനത്തിൻ്റെ സമ്പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകി വരികയാണ്. കേരളത്തിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ ഏറ്റവും അധികം വിദഗ്ധരായ തൊഴിലാളികളെ വാർത്തെടുക്കുന്നത്. ഈ ഖ്യാതി കൊണ്ട് തന്നെ ആഗോള തൊഴിൽ മാന്ദ്യവും സാമ്പത്തിക മാന്ദ്യവും പിടിമുറുക്കിയപ്പോഴും ഫുഡ് ക്രാഫ്റ്റിൽ പഠിച്ചിറങ്ങി ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഒരാൾക്കും ജോലിയിൽ നിന്ന് പിരിയേണ്ടതായോ ശമ്പളത്തിലെ കുറവുകളോ ബാധിച്ചിട്ടില്ല എന്ന വസ്തുത. ഈ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കേരള സർക്കാർ ഈ സ്ഥാപനത്തിന് മുന്തിയ പരിഗണനയാണ് നൽകിയിരിക്കുന്നത്. ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനും ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി ഈ സംരംഭത്തെ കൂടുതൽ മികവുറ്റ കേന്ദ്രമാക്കുവാൻ സംസ്ഥാന ടൂറിസം വകുപ്പ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ടൂറിസം വ്യവസായത്തിൻ്റെ നെടുംതൂണ് അതിലുള്ള മാനവശേഷിയുടെ കഴിവും ആത്മാർത്ഥതയുമാണ്. ടൂറിസം വികസനത്തിന് ആവശ്യമായ തോതിൽ മാനവശേഷി നൽകുവാൻ ഈ സ്ഥാപനം സവിശേഷ ശ്രദ്ധയാണ് ചെലുത്തി വരുന്നത്.